നമസ്തേ. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ഹിന്ദി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 5ാം ക്ലാസ്സിലെ പാഠപുസ്തകം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ്. 5ാം ക്ലാസ്സിൽ നമ്മളൊരു യൂണിറ്റ് പഠിച്ചു കഴിഞ്ഞു. ഇതിൽ നിന്ന് എന്തെല്ലാമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, പരീക്ഷയ്ക്ക് എന്തൊക്കെ വരും, നമ്മൾ എങ്ങനെ ചെയ്യും, 5ാം ക്ലാസ്സിലെ ഒരു യൂണിറ്റിൽ നിന്ന് നമ്മൾ എന്തൊക്കെ പഠിച്ചു, എന്തൊക്കെ നേടി, ഇത് ചർച്ച നോക്കാനാണ് സാറ് വന്നിരിക്കുന്നത്. നമ്മളെന്തൊക്കെയാണ് പഠിച്ചത് 5ാം ക്ലാസ്സിലെ ഹിന്ദിയിൽ? ആദ്യമായി തന്നെ ഒരു കഥയൊക്കെ പറഞ്ഞ് നമ്മളൊരു അൻമോൽ പ്യാർ എന്നിട്ടൊരു കവിത അങ്ങോട്ട് പഠിച്ചു. ഏതാണ് കവിത? പ്യാരി മാ അല്ലേ? പ്യാരി മാ. പ്യാരി പ്യാരി അമ്മ മേരി മീട്ടേ മീട്ടേ ഗീത് സുനാത്തി. प्यारी प्यारी अम्मा मेरी मीठे मीठे गीत सुनाती. ताज़ा ताज़ा दूध पिलाती, तरह तरह का खाना देती. ताज़ा ताज़ा दूध पिलाती, तरह तरह का खाना देती. ഈ സാറ് പാടുന്നത് കണ്ടില്ലേ? ഒരു രസവുമില്ല. ഇതിലും നന്നായി ഞങ്ങൾ പാടും സാറേ. പാടില്ലേ? പല ഈണത്തിൽ, നിങ്ങളുടേതായ ഈണത്തിൽ നല്ല രീതിയിൽ ചെല്ലാൻ നിങ്ങൾക്കറിയാം. സാറിന് ഇങ്ങനെയൊക്കെ പാടാനറിയും. 4 വരിയും കൂടി ഉണ്ട്, അതും കൂടി ഞാൻ പാടും. എങ്ങനെയാണ്? മേരി സാരി ബാത്തേൻ സുൻതി, മേരി സാരി ബാത്തേൻ സുൻതി, അച്ചി അച്ചി സീക്കേൻ ദേത്തി. मेरी सारी बातें सुनती, अच्छी अच्छी सीखें देती. संग सुलाती सुबह जगाती, संग सुलाती सुबह जगाती, कितनी प्यारी അമ്മ മേരി. ഈ ഒരു കവിത നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്തിനാണ് നമ്മൾ കവിത പഠിച്ചിരിക്കുന്നത്? അതിൻ്റേതായ ഈണത്തിൽ, താളത്തിൽ ചൊല്ലാനാണ്. നിങ്ങൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്, ചൊല്ലിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു കവിത പഠിച്ചു. അതിൻ്റെ ഈണത്തിൽ ചൊല്ലാൻ നമ്മൾ പഠിക്കുക അല്ലേ? ഒന്ന് നമ്മൾ പഠിച്ചിരിക്കുന്നത് സാർ ഇവിടെ ഒന്ന് എഴുതുന്നുണ്ട് കേട്ടോ, കവിതയാണ്. ഓക്കെ. 2 നമ്മൾ അതിനുശേഷം നമ്മൾ ആ പാഠത്തിൽ കണ്ടത് എന്താ? അത് വായിക്കൽ? ഘർ, വീട്. കിസ്കാ ഘർ ഹേ? ആരുടെ വീടാണ് നമ്മളിതിൽ പഠിച്ചിരിക്കുന്നത്? കിസ്കാ ഘർ ഹേ? സീന കാ ഘർ അല്ലേ? സീന കാ ഘർ. നിങ്ങൾ കണ്ടില്ലേ പാഠപുസ്തകത്തിൽ ഒരു ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്. സീന കാ ഘർ ഹേ, സീനയുടെ വീടാണ്. സീന കെ ഘർ മേ കോൻ കോൻ ഹായ്. സീന കെ ഘർ മേ കോൻ കോൻ ഹായ്. എന്താ ഞാൻ ചോദിച്ചിരിക്കുന്നത്? സീനയുടെ വീട്ടിൽ ആരെല്ലാം ഉണ്ട്? സീനയുടെ വീട്ടിലുള്ളവരൊക്കെ ആ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ? ആരൊക്കെയാണ് ഉള്ളത്? അവിടെ കാണാം. മാതാജി, പിതാജി, ബായ് അല്ലേ? സീനയുടെ ഒരു സഹോദരനും അവിടെയുണ്ട്. സീന കെ ഘർ മേ മാതാജി, പിതാജി, ബായി, ഹായ്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സീന കഹാം ഹേ? സീന എവിടെയാണുള്ളത് ചിത്രത്തിൽ? സീന എവിടെയാണ് നിൽക്കുന്നത്? സീന മുറ്റത്താണ് അല്ലേ? ഇങ്ങനെ നടന്നു പോകുന്ന ഒരു പൊസിഷനാണ് പാഠത്തിൽ കൊടുത്തിരിക്കുന്നത്. പുറത്തൊക്കെ എന്തുണ്ട്? ബാഗൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പോവുകയാണ്. സീന കഹാം ജാ രഹി ഹെ? സീന കഹാം ജാ രഹി ഹെ? സീന എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ കണ്ടാൽ നമുക്ക് ഉറപ്പിക്കാം അല്ലേ? സ്കൂൾ. സീന സ്കൂൾ ജാ രഹി ഹെ. അപ്പോൾ ഘർ എന്ന് പറയുന്ന സീനയുടെ ഒരു പാഠം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സീന കെ ഘർ മേ കോൻ കോൻ ഹേ എന്ന് പറയാൻ നമ്മൾ പഠിച്ചു. പോരാ, ആപ്കെ ഘർ മേ കോൻ കോൻ ഹൈ. ഹലോ 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 ഹലോ, ഇവിടെ കോൻ കോൻ ഹൈ. എന്താ ഞാൻ ചോദിച്ചത്? നിങ്ങളുടെ വീട്ടിൽ, താങ്കളുടെ വീട്ടിൽ ആരെല്ലാം ഉണ്ട് പറയണം. എങ്ങനെ പറയാം? പറഞ്ഞില്ലേ നിങ്ങൾ? പറഞ്ഞില്ലെങ്കിൽ പറഞ്ഞു പഠിക്കണം. ഹിന്ദി നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണല്ലേ, അങ്ങ് പറയണം. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, സഹോദരൻ, എൻ്റെ അനിയത്തി,
അമ്മാവൻ, അമ്മായി, മുത്തശ്ശൻ, മുത്തശ്ശി ഒക്കെ ഉണ്ടാവാം, ഇതില്ലാത്തവരും ഉണ്ടാവും. അപ്പം എല്ലാവരും ആരൊക്കെയാണ് വീട്ടിലുള്ളത് എന്ന് ഹിന്ദിയിൽ പറയണം. എങ്ങനെ പറയും? സീനയുടെ വീട്ടിലുള്ളത് അവിടെ നിൽക്കട്ടെ, നമ്മുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് പറ. എങ്ങനെ പറയുന്നത്? മേരേ ഘർമേ. ശ്രദ്ധിക്കണം, മേരാന്ന് പറഞ്ഞു. മേരേ ഘർമേ. എല്ലാവരും ഒന്ന് പറഞ്ഞേ. മേരേ ഘർമേ മാതാജി, പിതാജി, ബായ്, സിസ്റ്റർ, സഹോദരി ഉണ്ടോ? എന്താ പറയുക? ബഹൻ. ബഹൻ. മുത്തശ്ശനുണ്ട് അല്ലേ? മുത്തശ്ശൻ എന്താ ഇതി പറയാം? മുത്തശ്ശന് ദാദാ. ദാദാ. മുത്തശ്ശി ഉണ്ടോ? ഉണ്ട്. മുത്തശ്ശിക്ക് എന്താ പറയുക? ദാദി. ദാദി. ഹായ്. ലാസ്റ്റ് ഒരു ഹായ് എന്നങ്ങോട്ട് പറയാം. ഇനി നമുക്ക് പറയാം. എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കൂ. നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് ഇങ്ങനെ ആലോചിച്ച് പറഞ്ഞു നോക്കൂ. മേരേ ഘർമേ മാതാജി, പിതാജി, ബായ്, ബഹൻ, दादाजी. दादाजी और दादी जी. ഹായ്. ഒന്നും കൂടി പറയാം. മേരാന്നല്ല, മേരേ ഘർമേ. മേരേ ഘർമേ മാതാജി, പിതാജി, ബായ്, ബഹൻ, ദാദാജി, ദാദിജി. ഹായ്. ഇനി അങ്കിളും അമ്മാവനൊക്കെ ഉണ്ടെങ്കിൽ അതും പറയാം. മാമ, മാമി എന്നൊക്കെ പറയാം. കിട്ടിയല്ലോ? ഘർ എന്ന് പറയുന്ന പാഠം പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് എന്ന് ഹിന്ദിയിൽ പറയാൻ കഴിയണം. കിട്ടും. ഇനി മൂന്നാമത് നമ്മൾ കണ്ടത് സ്കൂൾ കെ രാസ്തേ മേ സീന കഹാം ജാ രഹി ഹൈ. സീന സ്കൂൾ ജാ രഹി ഹൈ. ബാഗൊക്കെ ഇട്ട് സ്കൂളിലേക്ക് ഇങ്ങനെ പോവാണല്ലേ. അപ്പം നമ്മുടെ ഒരുപാട് ഫ്രണ്ട്സൊക്കെ വരും. നിങ്ങൾ ചിത്രത്തിൽ കാണാമല്ലേ, സ്കൂളിലേക്ക് പോകുന്നു. അപ്പം അവിടെ ഒരു ഫ്രണ്ട്സിനെ ഒരാളെ കണ്ടുമുട്ടി. അയാൾ ചോദിക്കുകയാണ് അല്ലേ, സീനേനോട് ചോദിച്ചു. സീനേനെ കണ്ടപ്പോൾ, ഹലോ, ക്യാ നാം ഹേ, ക്യാ നാം ഹേ. സീന എന്താ മറുപടി പറഞ്ഞത്? സീന. ഔർ തും? ഞാൻ സീനയാണ്. ഔർ തും? നീയോ? എന്താ പറഞ്ഞത്? മാം അനു. മാം അനു. കഹാം രഹത്തി ഹോ? കഹാം രഹത്തി ഹോ? എന്താ ചോദിച്ചത്? എവിടെയാണ് വസിക്കുന്നത്? നീ എവിടെയാണ് താമസിക്കുന്നത്? അപ്പം എന്ത് പറഞ്ഞു? അസ്പതാൽ കെ പാസ്. അസ്പതാൽ കെ പാസ്. പിന്നെ ചോദിച്ചു, തും പാഞ്ച്വീ കക്ഷാ മേ ഹോ? തും പാഞ്ച്വീ കക്ഷാ മേ ഹോ? എന്താണ്? നീ പാഞ്ച്വീ കക്ഷ, 5ാം ക്ലാസ്സിൽ ഹോ ആണോ? ചോദിക്കുകയാണല്ലേ. തും പാഞ്ച്വീ കക്ഷാ മേ ഹോ? നീ 5ാം ക്ലാസ്സിലാണോ പഠിക്കുന്നത്? അപ്പോൾ എന്ത് പറഞ്ഞു? ഹാ. അതെ. സംഭാഷണം പഠിക്കുന്നത് എന്തിനാ? ഹിന്ദിയിൽ പറഞ്ഞു പഠിക്കാനാണ് അല്ലേ? അതോടൊപ്പം തന്നെ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ഇത് കഴിഞ്ഞാൽ അതിനുശേഷം നിങ്ങൾ പാഠത്തിൽ നമ്മൾ കണ്ടിരിക്കുന്നത് പ്രൊഫൈൽ തയ്യാർ കരെ. പ്രൊഫൈൽ നിങ്ങളെല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രൊഫൈൽ ഈ പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു യൂണിറ്റിന് 5 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും. എന്ത് പഠിക്കണം? പ്രൊഫൈൽ ഉണ്ടാക്കുന്നത് കൃത്യമായി പഠിക്കണം. അതോടൊപ്പം നമ്മുടെ പേര് എഴുതാൻ നമ്മൾ പഠിച്ചിരിക്കണം. പേരെഴുതാൻ അറിയാത്തവരുണ്ടോ? എല്ലാവരും പേരെഴുതി പഠിക്കണം. അച്ഛൻ, അമ്മ ഒക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പേരെഴുതാൻ അറിയാത്ത ഒരു കുട്ടിയും ഉണ്ടാവാൻ പാടില്ല. പ്രൊഫൈൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അല്ലേ? സീനയുടെ പ്രൊഫൈൽ നിങ്ങളുടെ പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മുടെ പ്രൊഫൈൽ നമുക്കുണ്ടാക്കണം. ഞാനിവിടെ പ്രൊഫൈൽ ഉണ്ടാക്കുന്നതാണ് എന്ന് കാണിക്കുന്നത്. നോക്കിക്കോളൂ. പ്രൊഫൈലിൽ നമ്മൾ എഴുതുന്നത് ഒന്ന് നാം എന്ന് കാണാം അല്ലേ? നാം. പിന്നെ നമ്മൾ കണ്ടിരിക്കുന്നത് കക്ഷ എന്നാണ്. കക്ഷ. പിന്നെ ഒന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാം സ്കൂൾ അല്ലേ? സ്കൂൾ. പിന്നെ ആയു. ഇത്രയുമാണ് പ്രൊഫൈൽ, സീനയുടെ പ്രൊഫൈലിൽ കൊടുത്തിരിക്കുന്നത്.
അതിൽ കൊടുത്തിട്ടുണ്ട് നാം സീനയാണ്, കക്ഷ 5 ആണ്, സ്കൂൾ വടകര കൊടുത്തിട്ടുണ്ട്, GUP സ്കൂൾ വടകര, ആയു 11. അത് സീനയുടെ പ്രൊഫൈലാണ്. ഇനി നമുക്ക് നമ്മുടെ പ്രൊഫൈൽ ഉണ്ടാക്കണം അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? എല്ലാവരും പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളിങ്ങനെ ഇതൊക്കെ എഴുതിയിട്ടാണോ പ്രൊഫൈൽ ഉണ്ടാക്കിയത്? ചിലർ ഇതൊക്കെ എഴുതിയിട്ടുണ്ടാവും, ചില കുട്ടികൾ ഇത് എഴുതാതെ പേര്. എന്നാലും പ്രയാസമുണ്ട് അല്ലേ? നല്ല ബുദ്ധിമുട്ടുണ്ട് പേരെഴുതാനൊക്കെ. അതാ പറഞ്ഞത്, സാറ് പറഞ്ഞല്ലേ പേരെഴുതി പഠിക്കണം. സ്കൂളിൻ്റെ പേര് ഹിന്ദി എഴുതാൻ നമ്മൾ പഠിക്കണം. നോക്ക്, ഹിന്ദി അക്ഷരങ്ങൾ എങ്ങനെയാണ് എഴുതുന്നത് എന്ന് 2 വീഡിയോ സാർ ഇതിൻ്റെ മുമ്പ് കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. സ്വരാക്ഷരങ്ങൾ എഴുതുന്നത് 2 വീഡിയോ, അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്കത് നോക്കിയാൽ സ്വരാക്ഷരങ്ങൾ എഴുതുന്നത് പഠിക്കാൻ പറ്റും. ഓക്കെ, ഇനി ഇതിൽ ഈ കക്ഷ എന്നൊക്കെ എഴുതുന്നത് ഇടങ്ങറാണ്, പേരെഴുതാൻ പഠിക്കണം. അപ്പോൾ ഇവിടെ ഞാൻ പറയാം, പ്രൊഫൈൽ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നോക്കൂ, ഇങ്ങനെ ഒരു കള്ളിയൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇങ്ങനെ ഒരു കള്ളിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യാം? നാം എന്നുള്ളടത്ത് നിങ്ങളുടെ പേര് എഴുതാം. നിങ്ങളുടെ പേര് എനിക്ക് അറിയില്ലല്ലോ. അനുശ്രീ എഴുതാൻ കിട്ടില്ല. ലക്ഷ്മി, ശ്രീലക്ഷ്മി, ആൻഡ്രിയ, ഉമറുൽ ഫാറൂഖ്, അലക്സ് ജോൺ, ഇതൊക്കെ എഴുതേണ്ടി വരും. കുഞ്ഞാലി, കുഞ്ഞാലിന്നൊന്നും എഴുതാൻ കിട്ടില്ല. അവനവൻ്റെ പേര് എഴുതി പഠിക്കണം. 1. ഇനി നോക്ക്, ആർക്കെങ്കിലും പ്രയാസമുണ്ട് എങ്കിൽ അച്ഛൻ അമ്മ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, ചേട്ടൻ ചേട്ടത്തിയൊക്കെ സഹായിക്കും. ഇതൊന്നുമില്ല, പേരെഴുതാൻ പ്രയാസപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഇതിൽ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ഈ നമ്പറിലേക്ക് നിങ്ങളുടെ പേര്, പഠിക്കുന്ന സ്കൂൾ മലയാളത്തിൽ എഴുതി വാട്സപ്പ് ചെയ്താൽ അതിൻ്റെ ഹിന്ദി ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഒരു മടിയും വിചാരിക്കേണ്ട. 5ാം ക്ലാസ് 6ാം ക്ലാസ് ഇനി 8ലും 9ലൊക്കെ എത്തിയിട്ട് പേരെഴുതാൻ അറിയാത്ത ആളുകളൊക്കെ ഉണ്ടാവും. റദിഖ് എന്നൊക്കെ എഴുതാൻ കിട്ടാത്ത ആളുകളുണ്ടാവും. 9ാം ക്ലാസ്സിലെ കുട്ടികളൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട്, സാർ എങ്ങനെയാണ് നിങ്ങൾക്ക് പേരെഴുതാൻ കിട്ടുന്നില്ല ഒന്നും. ഒരു മടിയും വിചാരിക്കേണ്ട. നമ്മൾ ഹിന്ദി പഠിക്കുകയാണ്. അറിയാത്തവരുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് നിങ്ങൾ നിങ്ങളുടെ പേര്, പഠിക്കുന്ന സ്കൂൾ വാട്സപ്പ് ചെയ്താൽ തീർച്ചയായും അത് എഴുതുന്നത് ഞാൻ കാണിച്ചു തരും. ഇത് സാറ് നിങ്ങൾക്ക് ചെയ്യുന്ന ഒരു ഹെൽപ്പാണ്. ഓക്കെ, ഇനി നോക്കി ഇവിടെ പേരെഴുതാം. കക്ഷ എന്നുള്ളിടത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ, നിങ്ങളെല്ലാവരും എത്രാം ക്ലാസ്സിലാണ്? 5ലാണ് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 5 എഴുതി വെക്കാം. 5. സ്കൂൾ, സ്കൂൾ അതായതാണ്? അത് നിങ്ങൾ പഠിക്കുന്ന സ്കൂൾ എനിക്കറിയില്ല. GMUP സ്കൂൾ ചേന്നമംഗല്ലൂർ. ഞാൻ ചേന്നമംഗല്ലൂരാണ് പഠിച്ചത്, അതുകൊണ്ടാണ് പറയുന്നത് GMUP സ്കൂൾ ചേന്നമംഗല്ലൂർ. ഇത് എഴുതാൻ പ്രയാസം ഉണ്ടാവും, അതുകൊണ്ടാണ് പേരും സ്കൂളും നിങ്ങൾ അറിയിക്കുക. ആയു, ആയു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഏജ്, വയസ്സാണ്. അതെത്രയാണ്? സീനക്ക് 11, നിങ്ങൾക്ക് 12, 12. ഞാൻ ഒന്നും കിട്ടില്ലെങ്കിൽ 10 എഴുതിയാൽ മതി. 10 വയസ്സ് അല്ലേ? നിങ്ങളുടെ വയസ്സ് നിങ്ങൾക്ക് ഇവിടെ എഴുതാൻ നോക്കൂ. 10 എന്നിവിടെ എഴുതി വെക്കാം. കണ്ടോ? ഇത് രണ്ടും ഞാൻ എഴുതാത്തത്. ഇവിടെ പേരാണ് എഴുതേണ്ടത്, ഇവിടെ നിങ്ങൾ പഠിക്കുന്ന സ്കൂളാണ്. ഇതാണ് പ്രൊഫൈൽ. ഇത്രയും പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് 5 മാർക്കാണ്. ക്ലിയർ? എന്നേ ഒരു കാര്യം ചെയ്യാം. ഇപ്പോൾ ഈ പേര് എഴുതാനൊക്കെ പ്രയാസം ഉണ്ടെങ്കിൽ ഇന്ന് അക്ഷരങ്ങൾ എഴുതുന്നത് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ഒരു ലെറ്റർ എഴുതുന്നത് നമുക്ക് എങ്ങനെയാണെന്നും കൂടി പഠിക്കാം. നോക്കിയിട്ട് അപ്പോൾ എല്ലാവരും അവനവൻ്റെ പേരെഴുതാൻ പഠിക്കണം, അതോടൊപ്പം പ്രൊഫൈൽ ഉണ്ടാക്കാൻ പഠിക്കണം. നോക്കൂ, സാറ് ഇതിവിടെ നിന്നോട്ടല്ലേ. ഇവിടെ ഒരു 3 വര ഇട്ടിട്ടാണ് സാർ അക്ഷരങ്ങളൊക്കെ നിങ്ങളെ എഴുതി കാണിച്ചിരിക്കുന്നത്. ഇപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിൽ ലക്ഷ്മി, ലക്ഷ്മണൻ എന്നൊക്കെ എഴുതേണ്ടി വരും. ഇച്ഛാന്ന് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്, അതിൻ്റെ ശരിയായി എഴുതുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നോക്കിക്കോളൂ. ഇവിടെ ഈ വരയുടെ മുകളിൽ നിന്നാണ് ഞാൻ ആരംഭിക്കുന്നത്. ഇങ്ങനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. കണ്ടോ? ഇങ്ങനെ ഇങ്ങോട്ട്. കണ്ടോ? ഇങ്ങനെ ഇങ്ങോട്ട്. ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം ഇത് ചെയ്തത് എന്താണെന്ന്. നോക്കിക്കോ. ഇങ്ങനെ ഇങ്ങോട്ടേക്ക്. എന്നിട്ട് ഈ വര ഇങ്ങനെ താഴോട്ടേക്ക് ഇതിമ്മലേക്ക് കൊണ്ടുവരിക. കണ്ടോ? കുറച്ച് പ്രയാസം ഉണ്ടാവും. നല്ലോണം നോക്കിയാൽ ഒരു പ്രയാസം ഉണ്ടാവില്ല. ഒന്നുകൂടി കാണിക്കാം. നോക്കിക്കോട്ടോ. എന്താ ചെയ്തത് സാറ്? ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വരച്ചു. കണ്ടോ? എന്നിട്ട് ഇതിങ്ങനെ താഴെ ഈ വരയിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുക, ഇതിങ്ങനെ ഇങ്ങോട്ട് താഴോട്ടേക്കാക്കാം.
ഒന്നങ്ങോട്ട് താത്തിയിടുക. ഇങ്ങനെ എഴുതാൻ കിട്ടുമോ? ഒന്നുകൂടി കാണിക്കാം. നോക്കിക്കോ, ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഇതിങ്ങനെ താഴോട്ടേക്ക് എങ്ങനെ കൊണ്ടുവന്നു. ഇതാണ് സാറ് ചെയ്തത് അല്ലേ? ഇനി എന്ത് ചെയ്യുക? ഇവിടെ ഉണ്ടല്ലോ ഈ വര, ഇതൊന്നിങ്ങനെ അങ്ങോട്ടേക്ക് നീട്ടി വരയ്ക്കുക. എളുപ്പമാണ്. ഇതിങ്ങനെ എഴുതി പഠിച്ചാൽ എളുപ്പമാണ്. ഇവിടെ ഒന്നുകൂടി ഞാൻ കാണിക്കുന്നുണ്ട്, ഒരു പ്രാവശ്യം കൂടി കാണിക്കുക. ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ കൊണ്ടുവന്നു, ഇതിങ്ങനെ ഈ വരയിൽ നിന്ന് താഴോട്ടേക്കാക്കി, എന്നിട്ട് ഇതൊന്ന് നമ്മളിങ്ങനെ നേരെ വരച്ചു. ഇപ്പം ഇത്രയായി അല്ലേ? ഇനി നോക്കൂ, ഇതിൽ നിന്ന് താഴോട്ടേക്ക് ഒരു വര, കണ്ട, താഴോട്ടേക്ക് ഒരു വര, എന്നിട്ട് ഇവിടെ ഇതിൻ്റെ മുകളിൽ ഒരു വര ഇടുക. കുറച്ച് പണിയുണ്ട്. എന്നാലും നമുക്ക് എഴുതി പഠിക്കണം. ലക്ഷ്മി എന്നൊക്കെ എഴുതുമ്പോൾ ഛാൻ്റെ പകുതിയാണ് നമ്മൾ എഴുതുന്നത്. ഈ ലെറ്റർ എഴുതി പഠിക്കാം. ഒന്നുകൂടി കാണിക്കാം. അപ്പം എങ്ങനെ ചെയ്ത് നോക്കിക്കോ. ഇവിടെ നിന്നില്ലേ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് കണ്ടോ, ഇങ്ങനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ആക്കി. പിന്നെ ഇതാ ഇങ്ങോട്ടേക്ക് വരച്ചു, നേരെ ഇങ്ങോട്ടേക്ക് വരച്ചു, മുകളിലൊരു വര. ഇതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ? ഇതിങ്ങനെ ഈ വരയിലൂടെ വരച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് എഴുതാൻ പറ്റും. ക്ലിയർ? ബാക്കിയുള്ള അക്ഷരമൊക്കെ പല രൂപത്തിൽ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും അല്ലെങ്കിൽ വരച്ചിട്ടുണ്ടാവും. ഓരോ അക്ഷരങ്ങളും ഇതേപോലെ എഴുതി പഠിക്കണം. അത് നമുക്ക് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റും. ഇനി സീനയുടെ ഒന്നും കൂടി ഉണ്ട്. എല്ലാം കൂടി പറഞ്ഞാൽ നമുക്ക് ബോറടിക്കും അല്ലേ? പ്രൊഫൈൽ ഉണ്ടാക്കാൻ നന്നായി പഠിക്കുക. പേരെഴുതാൻ, സ്വന്തമായി അവനവൻ്റെ പേരെഴുതാൻ നിങ്ങൾ പഠിക്കുക. പ്രൊഫൈൽ തയ്യാറാക്കാൻ പഠിക്കുക. എന്നുള്ള അക്ഷരം എഴുതി നോക്കുക. സീന പതങ്ക് കെ സാത്ത്, സീന പട്ടത്തിൻ്റെ കൂടെ നിങ്ങൾ പഠിച്ചതാണ്. അടുത്ത പാഠം മുതൽ എന്ത് ചെയ്യാം, നമുക്ക് എടുക്കുകയും ചെയ്യാം. സാറ് നിങ്ങളോടൊപ്പം ഉണ്ടാവും. നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരിലേക്കും എത്തിക്കുക. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ബഹുത് ബഹുത് ശുക്രിയ.